ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തു. ഇന്ന് രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 4 മണിക്കൂറോളം നീണ്ടുനിന്നു. സാരംഗ് ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി. സിന്ദൂരി, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണം പൂശുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇന്നലെ ആണ് ആദ്യമായിട്ട് ചോദ്യം ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്നലെ ഏതാണ്ട് 4 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഒരു 2ാം ഘട്ടം ചോദ്യം ചെയ്യലെന്നോണം വീണ്ടും ചോദ്യം ചെയ്യലെന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പ്രധാനമായും ഈ സ്വർണം പൂശിയിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എത്തിച്ചു, അതുപോലെ തന്നെ മറ്റ് പ്രദർശനം നടത്തിയോ, അതുപോലെ തന്നെ ഇത് കാണിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളുള്ള അന്വേഷണമാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 2ാം ഘട്ട ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള, അതായത് സ്വത്ത് സമ്പാദനം നടത്തിയിരുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഇതിനോടകം തന്നെ വിജിലൻസിന് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വരുമാന സ്രോതസ്സുകളെ കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം എടുത്തത്. എന്തായാലും ഈ ആരോപണത്തെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരുന്നത്. പ്രധാനമായും ഈ കുറ്റങ്ങളൊക്കെ തന്നെ ഈ സഹായിയായിട്ടുള്ള വാസുദേവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് പ്രധാനമായും മറ്റൊരു കാര്യം, ഈ തനിക്ക് ലഭിച്ചത്, അതായത് ഈ തനിക്ക് ലഭിച്ചത് ഇത്തരത്തിൽ ഈ ചെമ്പ് തകിട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ചെമ്പ് മാത്രമായിരുന്നു എന്നുള്ള ഒരു വാദമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമേ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ വലിയ രീതിയിലുള്ള ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുവന്നു. അത് കൊണ്ടുപോയിരുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയിരുന്ന പാളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇത് പിന്നീട് എങ്ങനെ ഇത് വെറും സ്വർണം പൂശിയിരുന്നത് എങ്ങനെ വെറും ചെമ്പായി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 2ാം ഘട്ടം ഒരു ചോദ്യം ചെയ്യലുണ്ടായത്. വീണ്ടും ഒരു പക്ഷേ ചോദ്യം ചെയ്തേക്കും. അതുപോലെ തന്നെ മറ്റ് സഹായികളായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ സ്പോൺസറെയും, അതായത് അനന്ത സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ രമേശ് എന്നിവരെയും വാസുദേവനെയും ഉടനെ തന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ നടപടികളിലേക്കും കടക്കും. മറ്റൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഉറപ്പായും എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സിന്ദൂരി.